ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ടർബോ റിലീസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ച ആവാറായിട്ടുണ്ട്. ഒരാഴ്ച ആവാറാകുമ്പോഴേക്കും സിനിമ 50 കോടി ക്ലബിൽ കയറി എന്നുള്ളതാണ് ഒഫീഷ്യലായിട്ട് പുറത്തുവരുന്ന ന്യൂസ്. ഒഫീഷ്യലായിട്ട് ഒരു ദിവസം മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനെതിരെ ഭയങ്കര ട്രോളുകളും അല്ലെങ്കിൽ കളിയാക്കലുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഓൾമോസ്റ്റ് ട്രാക്കിംഗ് പ്രകാരം 37 കോടി ക്ലബിലേ കയറിയിട്ടുള്ളൂ. പക്ഷേ മമ്മൂക്കയുടെ പേജിലും വൈശാഖിന്റെ പേജിലും വിജിൻ മാനുവൽ തോമസിന്റെ പേജിലൊക്കെ 50 കോടി ക്ലബിൽ കയറി എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റേഴ്സ് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രസിദ്ധമായിട്ടുള്ള പല ഫിലിം ട്രാക്കിംഗ് ജേർണലിസ്റ്റുകളും ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ടർബോ 50 കോടി ക്ലബിൽ കയറി എന്നുള്ളത്. ഈ വർഷം നോക്കുകയാണെങ്കിൽ മമ്മൂക്കയുടെ രണ്ടാമത്തെ 50 കോടി ക്ലബ്ബാണ്. ഒന്ന് ബ്രഹ്മയുഗം, പിന്നെ ടർബോ സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് പടം കണ്ടപ്പോൾ ഒരു നോർമൽ മാസ് സിനിമ അത്രേ തോന്നിയുള്ളൂ. വലിയ സംഭവമായിട്ടുള്ള ഫീലും കാര്യങ്ങളൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വൈശാഖിന്റെ മേക്കിംഗ് കൊണ്ടും മമ്മൂക്കയുടെ ഹാർഡ് വർക്ക് കൊണ്ടും മാത്രം ഒരു ആവറേജ് ലെവല് അല്ലെങ്കിൽ ഒരു ഗുഡ് മൂവി എന്ന് പറയാവുന്ന ലെവലിൽ മാത്രം പറയാവുന്ന ഒരു സിനിമ. കാരണം ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നു. വിജിൻ മാനുവൽ തോമസിന്റെ സ്ക്രിപ്റ്റ് ഈസ് എന്താ പറയാ, വെരി വെരി വീക്ക് സ്ക്രിപ്റ്റ് എന്ന് പറയില്ലേ, ആ ലെവലാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യാം. കാരണം പക്ക മേക്കിംഗ്, വൈശാഖിന്റെ പക്ക മാസ് ആക്ഷൻ മേക്കിംഗ് ആണ് ഈ സിനിമേനെ വേറെ ലെവലിലേക്ക് പിടിച്ചെടുക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഒരു പടം ഒരു ആവറേജ് ലെവലിൽ സ്ലോ പേസിൽ പോണ പടമാണ്. ഇടിയുണ്ട് 2-3 ഇടിയൊക്കെ. പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അവസാനത്തെ അരമണിക്കൂറൊക്കെ വൈശാഖ് ചെയ്തു വെച്ചിട്ടുള്ള വർക്ക് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അമ്പരന്ന് പോകും. മലയാളത്തിൽ വൈശാഖ് തന്നെയാണ് ഇപ്പൊ ഒരു ടോപ്പ് ലീഡിങ്ങിൽ ഇങ്ങനത്തെ മേക്കിംഗ് അല്ലെങ്കിൽ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ കട്ട്സുകൾ ചെയ്യുന്ന രീതിയിലുള്ള മേക്കിംഗ് വൈശാഖ് മാത്രം തന്നെയാണ്. പിന്നെ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ പണി എടുപ്പിച്ചിട്ടുള്ള ഒരു സിനിമ ആയിരിക്കും ടർബോ എന്നുള്ളത്. അത് ശരിക്കും നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും ഓരോ ആക്ഷൻ സീക്വൻസ് കാണുമ്പോൾ. കാരണം അത്രമാത്രം ഈ 72 വയസ്സ് 73 വയസ്സുള്ള ഈ മനുഷ്യൻ കിണഞ്ഞ് പരിശ്രമിച്ച് പണിയെടുത്തിട്ടുണ്ട്. ആ പണിയെടുത്ത അതിന്റെ റിസൾട്ട് പടത്തിൽ കാണാനുണ്ട് കേട്ടോ. അതുള്ളത് ഉള്ള പോലെ നമ്മൾ പറയണം. പടത്തിന്റെ റിസൾട്ട് മിക്സഡ് റിവ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും മമ്മൂക്ക വൈസ് പടം ഗംഭീരാക്കിയിട്ടുണ്ട്. പടം ആക്ഷൻ സീൻസ് ഒക്കെ വേറെ ലെവലാക്കിയിട്ടുണ്ട്. ആ ആക്ഷൻ സീൻസിനെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വൈശാഖിനെ പോലത്തെ ഒരു ഡയറക്ടർ കൂടി വന്നപ്പോൾ ടർബോ നമുക്കൊരു നല്ല ഫീൽ കിട്ടി. പക്ഷെ സ്ക്രിപ്റ്റ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ആയിരുന്നെങ്കിൽ നല്ല രീതിയിൽ പടം ഒന്നും കൂടി ബൂമായാലും. പിന്നെ വില്ലൻ രാജ്ബി ഷെട്ടി പറയേണ്ട കാര്യമില്ല, പുള്ളി പക്ക വില്ലൻ തന്നെയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പറഞ്ഞു വന്നത് ഈ വർഷത്തെ രണ്ടാമത്തെ 50 കോടി ആയിട്ടുള്ള സിനിമയായിട്ട് ടർബോ കയറി. പൊതുവെ 100 കോടി ക്ലബിൽ മമ്മൂക്കയുടെ സിനിമ കയറി എന്ന് പറഞ്ഞ പോസ്റ്റേഴ്സുകൾ വരുന്നു. മമ്മൂക്കയുടെ മാത്രമല്ല പല സിനിമകളും 100 കോടി ക്ലബിൽ കയറി എന്ന് പറഞ്ഞു വരുന്നു. പക്ഷെ ശരിക്കുള്ള 100 കോടി ക്ലബ്ബ് എടുക്കുകയാണെന്നെങ്കിൽ ഈ പറയുന്ന മമ്മൂക്കയുടെ സിനിമകളോ മറ്റു സിനിമകളോ ഇല്ല. 100 കോടി ക്ലബിൽ ശരിക്കും പൊതുവെ വിലയിരുത്തപ്പെടുന്ന സിനിമകളെന്ന് പറഞ്ഞാൽ ഒന്ന് പുലിമുരുകൻ, ലൂസിഫർ 2018, പ്രേമലു, ആവേശം, മഞ്ഞുമൽ ബോസ്, ഈ 6 സിനിമകൾ, പിന്നെ ആടുജീവിതം, 7 സിനിമകളാണ് മൊത്തത്തിൽ പറയുന്നത്. അവിടെ മമ്മൂട്ടി സിനിമ പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ അത് മാത്രമല്ല വേറെ 1-2 സിനിമകളൊക്കെ 100 കോടി ക്ലബിൽ എത്തിയെന്ന് പറഞ്ഞിട്ട് അതിനും പറയുന്നത് ചിലപ്പോൾ ഒരു ടോട്ടൽ ബിസിനസ് ആയിരിക്കും. OTTയുടെ ബിസിനസ് അടക്കമായിരിക്കും 100 കോടി പറയുന്നതാവുക. വേൾഡ് വൈഡ് തിയേറ്ററിക്കൽ ഗ്രോസ് ആയിരിക്കില്ല. സോ പറഞ്ഞു വന്നത് 100 കോടി ടർബോ നേടുമോ എന്നുള്ള എൻ്റെ ഒരു ചോദ്യത്തിന് എന്താണ് നിങ്ങളുടെ ഉത്തരം എന്നുള്ളത് വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ടർബോ സിനിമ കണ്ടിട്ടുള്ളവര് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് സിനിമ ഒരു ആവറേജ് അനുഭവമാണോ അല്ലെങ്കിൽ ഒരു മികച്ച അനുഭവമാണോ അല്ലെങ്കിൽ ഒരു ശരാശരി താഴെ നിൽക്കുന്ന അനുഭവമാണോ എന്നുള്ളതും വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക.